ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു പോക്കറ്റ്സ് ഓഫ് മൈ ലൈഫ്. അങ്ങനെ പറഞ്ഞൊരു സമ്മർ എത്തി, നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ക്ലീനിങ് തുടങ്ങി. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥ. ഇതിനായിട്ട് ഈ ലേഔട്ടൊന്ന് മാറ്റിയിട്ട് ഒരു നല്ല സീറ്റിംഗ് ഏരിയ വരുന്ന പോലെ ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, നമ്മൾ ഇവിടെ ക്ലീനപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മണ്ണിട്ട് ഞങ്ങൾ ഗ്രാസ് സീഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് മണ്ണിരെ പിടിക്കാൻ ഒരാളും. ഞങ്ങളുടെ ഈ ഭാഗത്ത് കുറേ വെള്ളം തേങ്ങി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചത് ഇപ്പുറത്തേക്ക് സീറ്റിങ് മാറ്റിയാൽ നമുക്ക് ഇരിക്കാൻ നല്ലൊരു ഷെയ്ഡ് കിട്ടും. അങ്ങോട്ട് കാലത്ത് ഭയങ്കര സണ്ണി ആയിരുന്നു. തന്നെ ഞങ്ങളുടെ നെയ്ബേഴ്സ് കുറേ പട്ടികളും വളർത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളായിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. സോ അതിൻ്റെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ നല്ല പണിയെടുക്കേണ്ടി വന്നു. ഈ ഞങ്ങൾ സോയിലിട്ട് സീഡ്സ് ഇട്ടതിന് ശേഷം ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അത് കിളിർത്ത് വരാൻ ഒരു 14 days എടുത്തു കേട്ടോ. പക്ഷെ വരുമെന്ന് നല്ല സംശയം ഉണ്ടായിരുന്നു. മഴയും കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഒരുവിധം ഇങ്ങനെയാണ് പൊടിച്ച് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് 3 weeks ആയി ഞങ്ങൾ ഈ പണി തുടങ്ങിയിട്ട്. ഇന്നൊരു അത്യാവശ്യം വെയിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ഫൈനലി ഡിസൈഡ് ചെയ്തു എല്ലാ സീഡ്സും ഇന്ന് തന്നെ പ്ലാൻ ചെയ്യാമായിരുന്നു. ഇനി അടുത്തെപ്പോഴാണ് മഴ പെയ്യുന്നതോ ഇല്ല തണുപ്പടിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല. സ്പിനാച്ച്, സുക്കിനി, ബീൻ, മല്ലിയില, പിന്നെ മുളക് ആണ് പ്ലാൻ ചെയ്യുന്നത്. വെറുതെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മേലനങ്ങി വെയിലത്തിരുന്ന് നല്ല ക്ഷീണം പിടിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചോദ്യോത്തരമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞു വരുമ്പോൾ തന്നെ വഴിയായി ഞങ്ങൾ രണ്ടാളും. സീറ്റിംഗ് ഏരിയ മാറ്റിയിട്ട് ഞങ്ങൾക്ക് സ്മെല്ലിലൊരു റിഡക്ഷൻ വന്ന പോലെ തോന്നിയിട്ടില്ല. അപ്പം നമ്മൾ മാഡം ബിസി ആയിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കാർപ്പറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ആ വാളിലേക്ക് ഫില്ല് ചെയ്ത് വെക്കുവാണ്. കുഴിയിലേക്ക് കുഴിച്ച് വെച്ചാൽ അങ്ങനെ കറക്റ്റ്. സോ ആ പോർഷൻ ഇല്ല. ഓൾമോസ്റ്റ് ഗോ. പുഴുവിനെ കിട്ടിയ അവിടെ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ വെറുതെ വിടും. ആ സമയം ഞങ്ങൾ കഴുകി കാർപ്പറ്റൊക്കെ കഴുകിയിട്ട് ഞങ്ങളിവിടെ ലാസ്റ്റ് സമ്മർ ഇട്ടിട്ടുണ്ടായിരുന്നു റബ്ബർ മൾച്ചൊക്കെ റിമൂവ് ചെയ്തിട്ട് ഞാനിവിടെ ബീൻസ് പ്ലാന്റ് ചെയ്യാണ്. ഇത് മറ്റേ ഒരു പേർപ്പിൾ ഷെയ്ഡ് ടൈപ്പ് ഓഫ് ബീൻസ് ആണ്. വളർന്നു വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുക അറിയില്ല. ബീൻസിന് സപ്പോർട്ട് ബീൻസ് ആവശ്യമുണ്ട്. സോ അതിനെ തനിയെ വാങ്ങി വെക്കണം. ഇത് ഞാനിവിടെ ഗ്രീൻ ചില്ലിൻ്റെ ചെടിയാണ് പ്ലാന്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഞാൻ വാങ്ങിയ ചെറിയ ചെറിയ ഫ്ലവേഴ്സിൻ്റെ സീഡ്സ് ഒക്കെ ഞാൻ ഹാങ്ങിങ് പ്ലാന്റേഴ്സിലേക്ക് ഇടുന്നുണ്ട്. ടൈം ഞങ്ങൾ ചെടിയായിട്ട് വാങ്ങിച്ചപ്പോൾ പെട്ടെന്ന് അത് പട്ടുപോയി നല്ലോണം നിന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം സീഡ്സ് ഇന്ന് തുടങ്ങാൻ വിചാരിച്ചു. പിന്നെ ഇതിനൊരു മിസ്റ്റേക്ക് ഞങ്ങൾ ലാസ്റ്റ് ടൈം ചെയ്തതെന്ന് വെച്ചാൽ ഹാങ്ങിങ് പ്ലാന്റേഴ്സിന് എപ്പോഴും സ്പ്രെഡബിൾ പ്ലാന്റ് വാങ്ങിക്കണം, ടോൾ പ്ലാന്റ്സ് വാങ്ങിക്കരുത്. ഞാൻ സീഡ്സും പ്ലാന്റിങ്ങിലും ബിസി ആയിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചൂസ് ചെയ്ത എൻ്റർടൈൻമെൻറ്റ് വഴിയായിരുന്നു ഇത്. അപ്പോൾ പറഞ്ഞ പോലെ തൂങ്ങി നിൽക്കുന്ന പ്ലാന്റ്സിനൊക്കെ എപ്പോഴും സ്പ്രെഡായിട്ട് താഴേക്ക് ഹാങ് ആവുന്ന പോലത്തെ ചെടികൾ വേണം വാങ്ങിക്കാൻ. ഞാൻ നീണ്ടു നിൽക്കുന്ന പോലെ ലാസ്റ്റ് ടൈം വാങ്ങിയപ്പോൾ അങ്ങനൊരു രസമില്ലായിരുന്നു. പിന്നെ ഫ്ലവേഴ്സൊക്കെ ഡ്രൈ ആയി പെട്ടെന്ന് അങ്ങ് ചത്തുപോയി പ്ലാന്റ്സ്. സീഡ്സിന് തുടങ്ങുമ്പോൾ ഒരു ഹോപ്പ് ദാറ്റ് ഇറ്റ് ടേൺ ഔട്ട് ലിറ്റിൽ ബെറ്റർ. പിന്നെ അതൊക്കെ അങ്ങോട്ട് ഹാങ് ചെയ്തതിന് ശേഷം ഞങ്ങൾ സീറ്റിംഗ് ഏരിയ നല്ല പവർ വാഷ് ചെയ്തൊന്ന് കഴുകിയെടുത്തു. എന്നിട്ട് പുറത്ത് കിടന്ന ടേബിളൊക്കെ മഹാമുഷിഞ്ഞ നിലയിൽ കിടക്കുമായിരുന്നു. ഇതൊന്നും പോരാണ്ട് ഞങ്ങൾ വീണ്ടും പ്ലാന്റ് സ്റ്റോറിൽ പോയി കുറച്ച് ജനലിനടുത്ത് വെക്കാനായിട്ട് കുറച്ച് ഫ്ലവേഴ്സും പിന്നെ ആ ഫൗണ്ടൻ്റെ മേലെയുള്ള സ്ഥലത്ത് വെക്കാൻ കുറച്ച് ഫ്ലവേഴ്സും വാങ്ങി വന്നു. ചെടിയൊക്കെ വളർന്നു വരുമ്പോൾ ഇതാണ് ഞങ്ങളൊരു വിഷൻ. കമ്മിങ് വീഡിയോസിൽ കാണിച്ചു തരാം എങ്ങനെ വളരുന്നുണ്ടെന്ന്. കുഞ്ഞിലെ എനിക്ക് എൻ്റെ വീട്ടിലൊരു ചെറിയ ഗാർഡൻ വേണമെന്നുള്ള എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. സ്വന്തമായിട്ട് ചെയ്തെടുക്കുമ്പോൾ വല്ലാത്തൊരു പ്രൗഡ് ഫീലിംഗ് ആണ്. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ചേസ് ചെയ്ത് പോകും. നമ്മളെപ്പോഴും മറക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പണ്ടെങ്ങോ നമ്മൾ ആഗ്രഹിച്ചതാണ് ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വളരുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ചെറുതായിട്ട് ആഗ്രഹിച്ചത് നടന്നു വരുമ്പോൾ നമ്മൾ റിയലൈസ് പോലും ചെയ്യുന്നില്ല നമ്മൾ പണ്ട് ആഗ്രഹിച്ചതാണ് ഇതെന്ന്. സോ ഈ വീഡിയോ കുറച്ച് എൻ്റെ വക എൻകറേജ്മെൻ്റ് ആയിരിക്കട്ടെ ടു അക്സെപ്റ്റ് ആൻഡ് അപ്രീഷിയേറ്റ് വാട്ട് യു ഹാവ്.